നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കുകളെ ഫോക്കസ് ചെയ്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കേണ്ടത്, പഠിച്ചു തുടങ്ങേണ്ടത്? മക്കളെ, ഈ കാര്യം സിലബസ് വെച്ച് അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം, ആ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ഹോട്ട് ടോപ്പിക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട് നടന്ന മെയിൻസിന് എക്സാമുകളെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഓരോ ടോപ്പിക്കുകളായിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് മക്കളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഹിസ്റ്ററി 5 മാർക്കാണ്, ജോഗ്രഫി 5 ആണ്, എക്കണോമിക്സ് 5 ആണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 ആണ്. പക്ഷെ ഇവിടെ കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. ദെൻ അതേപോലെ ലൈഫ് സയൻസ് 6 മാർക്കാണ്, ഫിസിക്സ് 3, കെമിസ്ട്രി 3. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ 5 മാർക്കാണ്. ദെൻ അതിനുശേഷം വരുന്ന IT 3 മാർക്കും, ഇമ്പോർട്ടന്റ് ആക്ട്സ് 5 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ടന്റ് ആക്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലോ 15 മാർക്കിന്റെ പോർഷനാണ് കറണ്ട് അഫയേഴ്സ്. ഇംഗ്ലീഷും മാത്സും മലയാളവും 10 മാർക്ക് വീതവുമാണ്. ഇതിലെ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തേത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിന് 5 മാർക്കുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗവും ഇന്ത്യൻ ഹിസ്റ്ററിയുമാണ്. അതിൽ കേരള ഹിസ്റ്ററിയാണ് ഏറ്റവും കൂടുതൽ ഹോട്ട് ടോപ്പിക്കുകൾ ഉള്ളത്. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ആഫ്റ്റർ 1956. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഭാഗമാണ്. ലിറ്റററി സോഴ്സസ് അൺഇമ്പോർട്ടന്റ് എന്നല്ല പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ്. ഒരു മീഡിയം ലെവലിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരു 4-5 ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബാക്കിയെല്ലാം ചിലപ്പോൾ 6-ലും 7-ലും ഒക്കെ കാണുന്ന ചോദ്യങ്ങളാണ് ബാക്കി ഞാൻ പറഞ്ഞിട്ടുള്ള പച്ച കളറിൽ അടിച്ചിട്ടുള്ളത്. അപ്പൊ പച്ച എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം ലെവലുള്ളതാണ് നീല. മഞ്ഞയാണെങ്കിൽ അൺഇമ്പോർട്ടന്റ് ആണ്, അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇട്ടിരിക്കുക. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴോ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, ദെൻ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഈ ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്നാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഡെവലപ്മെന്റ് ഇൻ സയൻസ് ടെക്നോളജി, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ഡെവലപ്മെന്റ്, ഇതിനൊക്കെ ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. എന്നാൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ, ലിറ്ററേച്ചർ, ഇതിനൊക്കെ ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പം പച്ച കളറിൽ അടിച്ചിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്, നിരന്തരം മെയിൻസ് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പൊ അതിന് കൂടുതൽ പെയിൻ കൊടുത്ത്, കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കിയേ, ഈ അമേരിക്കൻ റവല്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത, വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. പക്ഷേ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ദെൻ UNO, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ് എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോഴോ അവിടെ 5 മാർക്കിന്റെ ടോപ്പിക്സ് ആണ്, 5 മാർക്കാണുള്ളത്. അതിൽ എർത്തിന്റെ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻഡ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഇതൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്സ് ആണ്. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന റീജിയൻ ആണ്. അതേപോലെ തന്നെയാണ് മാപ്സ്, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. എന്നാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്ന ഭാഗം ഏതാണ്? ഗ്ലോബൽ ഇഷ്യൂസ്. അവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്, കണ്ടിന്യൂസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പൊല്യൂഷനുമായി ബന്ധപ്പെട്ട ടൈപ്പുകൾ, ഓഷ്യൻ കറൻസ്, അതും ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഒരു 2-ലൊക്കെ ചോദ്യം വരാറുണ്ട്. അത്രയും അങ്ങോട്ട് വരാത്തൊരു ഭാഗമാണ് കോണ്ടിനെന്റ്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നാലായി, ആ രീതിയിലാണ് കോണ്ടിനെന്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരിക. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ ഫിസിയോഗ്രഫി ഒരിക്കലും വിട്ടുകളയരുത്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, ദെൻ പെനിൻസുലാർ പ്ലേറ്റ്, കോസ്റ്റൽ പ്ലെയിൻ, ഇതൊന്നും ഒരിക്കലും വിട്ടുകളയില്ല. ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരാനുള്ള ഭാഗമാണ്. എന്നാൽ നോക്കിയ മക്കളെ, ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ക്ലൈമറ്റ് എന്ന് പറയുന്ന ഭാഗം ഒരു ആവറേജ് രീതിയിൽ, ക്ലൈമറ്റ്, അഗ്രികൾച്ചർ, മിനറൽസ് ഒക്കെ ഒരു ആവറേജ് രീതിയിൽ ചോദിക്കുന്ന ഭാഗമാണ്. കേരള ഹിസ്റ്ററിയും ഇതേപോലെ തന്നെ ഫിസിയോഗ്രഫി, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നാഷണൽ പാർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സൂകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയും ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ടോപ്പിക്കുകൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പഠിക്കാം. അപ്പൊ ജോഗ്രഫിയിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 3 മാർക്കെങ്കിലും കിട്ടാവുന്ന ടോപ്പിക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഇന്ത്യൻ എക്കണോമിക്സിലേക്ക് വന്നാലോ, അവിടെ 5 മാർക്കുണ്ട്. വളരെ കുറച്ച് മാത്രം പഠിച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് എക്കണോമിക്സ്. അവിടെ നോക്കിയാൽ 5 ഇയർ പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്, ന്യൂ എക്കണോമിക് പോളിസി വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്ലാനിംഗ് കമ്മീഷനും അതേപോലെ തന്നെ നീതി ആയോഗും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടാക്സസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, ഒഴിച്ചു മാറ്റാനായിട്ട് കഴിയില്ല.
എന്നാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇവിടെ RBI എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. RBI ഒരിക്കലും വിട്ടുകളയരുത്. RBI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചറും അതേപോലെ തന്നെ ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്. ഗ്രീൻ റവല്യൂഷനും അത്യാവശ്യം ചോദ്യങ്ങൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. ഞാൻ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു ഇന്ത്യൻ ഇക്കോണമിയുടെ ഇൻട്രൊഡക്ഷൻ ഒന്നും അത്ര ചോദ്യങ്ങളായിട്ട് വന്ന് കണ്ടിട്ടില്ല. പക്ഷെ വല്ലപ്പോഴും നമുക്ക് വരുന്ന ഭാഗവുമാണ്, ഒഴിച്ചു കളയേണ്ട, പഠിക്കാവുന്ന ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഒരു ടോപ്പിക്ക് പോലും കളയാൻ കഴിയില്ല. ഒരു ടോപ്പിക്കും 5 മാർക്കാണ്. പക്ഷെ 5 മാർക്കിന് മുഴുവൻ ടോപ്പിക്കുകളും പഠിക്കണം. അത്ര കാര്യമായിട്ടില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ മുഴുവൻ ടോപ്പിക്കുകളും ഒരു ടോപ്പിക്ക് പോലും വിടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. അതിനുള്ള പ്രയോജനം, ബെനിഫിറ്റ് കിട്ടും, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവനായി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇനി 10 മാർക്ക് വരുന്ന റീജിയൻ ആണ് കേരള ഗവേണൻസ് എന്ന് പറയുന്ന ഭാഗം. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ ലേബർ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ, ചിൽഡ്രൻ ആൻഡ് സീനിയർ സിറ്റിസൺ, പോപ്പുലേഷൻ, ലിറ്ററസി, ഗവേണൻസ്, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലെജിസ്ലേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ കൺട്രോൾ, ഈ പറയുന്ന ഭാഗങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ്. ഇനി നോക്കിയേ, എന്നാൽ ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്, അത് റിപ്പീറ്റഡ് ചോദ്യമായിട്ട് വരുന്ന ഭാഗമല്ല. പക്ഷേ ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, റിപ്പീറ്റഡ് അല്ല. പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്സ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, അതേപോലെ തന്നെ ലാൻഡ് റിഫോംസ്, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി, ഇതൊക്കെ അത്തരത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസ് എഗനസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രേറ്റ്നെസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രീഷൻ, ദെൻ അതേപോലെ തന്നെ അഡ്ജുഡിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഈ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഒരു 3 പരീക്ഷ വന്നാൽ ഒരു 5 പരീക്ഷ വന്നാൽ ഒരു 2 ചോദ്യങ്ങളൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ 10 മാർക്കിന്റെ റീജിയൻ ആണ്. മുഴുവൻ പഠിച്ചാലും നമുക്ക് പ്രയോജനം കിട്ടുന്ന ഭാഗമാണ്. മനസ്സിലാക്കിയെടുക്കാൻ ഒരു അല്പം പ്രയാസമുണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി സയൻസിലേക്ക് വന്നാലോ, വൈറ്റമിൻസ്, കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസസ്, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ്, വെൽഫെയർ മെഷേഴ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇത്രയും പഠിക്കാൻ ഒരുപാടില്ല. പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും, മാർക്കും സ്കോർ ചെയ്യാം. പെട്ടെന്ന് പഠിച്ചു തീർക്കാം, മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ ഒരു മാർക്ക് വന്നാലായി, ആ രീതിയിൽ മാത്രമേ വരത്തുള്ളൂ. ദെൻ ബേസിക് ഹെൽത്ത് ഫാക്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദ്യം വരും, ഇല്ലെന്നല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ആ പച്ച അടിച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫിസിക്സിന് 3 മാർക്കാണ്. പക്ഷേ എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. ഏത് പരീക്ഷയ്ക്ക് ഏത് ടോപ്പിക്ക് എന്നാ ചോദ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. മോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വർക്ക് എനർജി പവർ, ഇതൊരിക്കലും വിട്ട് കളയരുത്. പക്ഷെ സൗണ്ട് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ആണെങ്കിലും ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആണെങ്കിലും ഒന്നും ഇമ്പോർട്ടന്റ് ഇല്ല എന്നല്ല, ഇമ്പോർട്ടൻസ് ഉണ്ട്. 3 മാർക്കാണ്. അപ്പൊ ആ 3 മാർക്കിനനുസരിച്ച് ഫിസിക്സിൽ നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇതേ കാര്യം തന്നെയാണ് എനിക്ക് കെമിസ്ട്രിയിലും പറയാനുള്ളത്. 3 മാർക്കാണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എവിടുന്നാണ് ചോദ്യം വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കളയരുത്, കളയാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നീട് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചറൽ 5 മാർക്കാണ്. പക്ഷെ അവിടെ ആർട്സ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അധികം ചോദ്യങ്ങൾ വരാറില്ല. ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് കറണ്ട് അഫെയർനെസ് എടുക്കുക. ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ലിറ്ററേച്ചർ ആയാലും കൾച്ചർ ആയാലും കറണ്ട് അഫെയറോട് ക്ലബ് ചെയ്ത് പഠിക്കാം. ഈ 5-ൽ 3 മാർക്കെങ്കിലും കറണ്ട് അഫെയർ ആയിരിക്കും. 2 മാർക്കേ സ്റ്റാറ്റിക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ കറണ്ട് അഫെയർ കൂടി മെർജ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സ്പോർട്സിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അവാർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്, ട്രോഫീസ് ഇമ്പോർട്ടന്റ് ആണ്, ഫേമസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്, ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആണ്, നാഷണൽ ഗെയിംസ്, നാഷണൽ സ്പോർട്സ് ഗെയിംസ്, നേഷൻസിന്റെ കാര്യങ്ങൾ, അതായത് ഓരോ രാജ്യത്തിന്റെയും ഇമ്പോർട്ടന്റ് സ്പോർട്സ് ഐറ്റംസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം പഠിക്കുക. കൂട്ടത്തിൽ എന്താണ് കറണ്ട് അഫെയർ, അതേപോലെ തന്നെയാണ് ലിറ്ററേച്ചർ, നമ്മുടെ റൈറ്റേഴ്സുമായി ബന്ധപ്പെട്ട പെൻ നെയിംസ്, നിക് നെയിംസ്, ഫേമസ് വർക്കുകൾ, ഫേമസ് അവാർഡുകൾ, മലയാളം റൈറ്റേഴ്സിന്റെ ജ്ഞാനപീഠ അവാർഡുകൾ, മലയാള സിനിമ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. കൾച്ചറിൽ നിന്ന് കൾച്ചറൽ ലീഡേഴ്സ് നിർബന്ധമായും പഠിച്ചു വെച്ചോ. 1 മാർക്ക് അവിടുന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് കൾച്ചറൽ ലീഡേഴ്സ്. IT ഒരു ടോപ്പിക്ക് പോലും വിട്ടുകളയണ്ട. 3 മാർക്കേ ഉള്ളെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ചേ പഠിക്കാനുള്ളൂ എങ്കിലും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് IT. അപ്പൊ IT ഒരിക്കലും വിട്ടുകളയാതെ തന്നെ മുഴുവനായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇമ്പോർട്ടന്റ് ആക്ട്സ് ആണെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിട്ടുകളയരുത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വിട്ടുകളയരുത്, പ്രൊട്ടക്ഷൻ ഓഫ്
സേഫ് ഗാർഡ് ചിൽഡ്രൻസിന്റെയും വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ സംരക്ഷണം, ഇതൊന്നും എന്ത് ചെയ്യേണ്ട, വിട്ടുകളയാതെ തന്നെ പഠിക്കാൻ ശ്രമിച്ചോ. ബാക്കിയുള്ള ഭാഗങ്ങൾ ഒന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ പച്ച അടിച്ചിട്ടിരിക്കുന്ന ഭാഗങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് വിട്ടുകളയേണ്ട. എല്ലാ ദിവസവും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സും ഡെയിലി കറണ്ട് അഫയേഴ്സും മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. 15 മാർക്കാണ് കറണ്ട് അഫെയറിലുള്ളത്. ഇംഗ്ലീഷ് മാത്സ് മലയാളം ഒന്നും പറയാനില്ല. ഇംഗ്ലീഷ് മാത്സ് മലയാളം മുഴുവനായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരെണ്ണം പോലും അവിടെ വിട്ട് കളയാനായിട്ടില്ല. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? പ്യുവർ ആയിട്ട് ഇത്ര മാത്രമേ മനസ്സിലാക്കാനുള്ളൂ മക്കളെ. ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കുക. കാരണം ഇനി നമ്മുടെ മുന്നിൽ എത്ര സമയമുണ്ട്? ഓഗസ്റ്റ് മാസമാണ് മെയിൻസിന്റെ പരീക്ഷകൾ ആരംഭിക്കുക. ഓഗസ്റ്റ് മാസമാണ് മെയിൻസിന്റെ പരീക്ഷകൾ ആരംഭിക്കുക. അതായത് മെയിൻസിൽ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, SBCID ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ മെയിൻസിലുണ്ട്. അപ്പൊ അതിൽ ഓഗസ്റ്റിൽ ആരംഭിക്കുകയാണ്. നമ്മൾക്ക് ഇനി മുന്നിൽ എത്ര സമയമുണ്ട്? 2 മാസമാണ് സമയമുള്ളത്. അപ്പൊ ഈ 2 മാസം കൊണ്ട് വേണം നമുക്ക് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതിനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. കട്ട് ഓഫിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് പഠിക്കാനിരുന്ന ഒരുപാട് സമയം വൈകി പോകും. ഇപ്പോഴാണ് അതിന്റെ റൈറ്റ് ടൈം. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ തന്നെ SBCID, ഈ 3 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻസ് ബാച്ച് സൂപ്പർ നോട്ട്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ മെയിൻസ് ബാച്ചിന്റെ പ്രത്യേകത, ഇതിന് 3നും കൂടി നിങ്ങൾ ഒറ്റ ഫീസ് അടച്ചാൽ മതി. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും അതേപോലെ തന്നെ എക്സാംസും PDF നോട്ട്സും ഒക്കെ അടങ്ങുന്ന ബാച്ചാണ്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകും. ഈ ഒരു ബാച്ചിൽ ഓൾറെഡി 18-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. മെയിൻസിൽ ജോയിൻ ചെയ്യാനായിട്ട് 8281223366 ഈ നമ്പറിലോട്ട് വിളിക്കാം. ഇനി അതല്ല എങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താലും മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു പോകാനായിട്ട് പറ്റും. എത്രയും നന്നായി നിങ്ങൾ പഠിക്കുന്നു അത്രയും എന്താണ് ഇമ്പാക്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റിവിഷനും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആപ്പിൽ കയറിയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. നേരിട്ട് നിങ്ങൾക്ക് ആപ്പിൽ കയറിയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇനി നിങ്ങൾ സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, അതേപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ, ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ബാച്ചുണ്ട്. അവിടെയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കോംബോ ഓഫർ ഉണ്ട്. 5000 രൂപയാണ്. അതിന് കോംബോ ഓഫർ അനുസരിച്ച് 4499 രൂപയ്ക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. എത്രയും പെട്ടെന്ന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് ക്ലാസ്സിൽ കാണാം.